ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജോർജ് ഏട്ടൻ സ്റ്റായത്തിലാണ്. ഡൊമിനിക്ക് ഇറങ്ങി ഇന്ന് 3-ാം ദിവസമാണ്. അപ്പോൾ പടത്തിൻ്റെ തിരക്ക് കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര തിരക്ക്. ഒരു മിക്സഡ് റിപ്പോർട്ട് വന്നൊരു സിനിമയ്ക്കാണ് ഈ ഒരു തിരക്ക്. മമ്മൂട്ടി എന്ന നടനുള്ളൊരു വിശ്വാസത്തിന് പുറത്ത് ഫാമിലീസിൻ്റെ ഒരു കുത്തൊഴുക്കാണ് ഈ തിയേറ്ററിൽ കാണുന്നത്. ഫ്ലക്സുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസുകാർ. ഇവിടുത്തെ മമ്മൂട്ടി ഫാൻസ് എന്നൊരു അത്ഭുതമാണ്. എല്ലാ സിനിമകളുടെയും വിജയം അവർ അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കാറ്. അപ്പോൾ ഈ സിനിമയും ഒരു വിജയമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് കുടുംബ പ്രേക്ഷകരെ സ്വീകരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സിനിമ വിടാറായിട്ടുണ്ട്. സിനിമ വിട്ട് കഴിഞ്ഞാൽ കണ്ടാൽ നമുക്കറിയാം ഇവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ. സിനിമ വിട്ടു. ഇവിടെ ഹൗസ്ഫുള്ളായി കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റോഡ് മൊത്തം ബ്ലോക്കാവും. ആ രീതിയിലാണ് രാഗത്തിൻ്റെ ഒരു സ്ട്രക്ചർ. രാഗത്തിൻ്റെ അവിടെയുള്ള വണ്ടികളും ആ സൈഡിലുള്ള വണ്ടികളും എല്ലാ വണ്ടികളും കൂടി ബ്ലോക്കായി തിയേറ്ററിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വണ്ടികളും എല്ലാം കൂടി ബ്ലോക്കാവുന്നൊരവസ്ഥയാണ്. മിക്ക സമയങ്ങളിലും മമ്മൂക്ക സിനിമകൾക്കാണ് ഇവിടെ ഗംഭീര തിരക്ക് കാണാറ്. ഇതിന് മുന്നേ വന്നത് മാർക്കോ എന്ന സിനിമയായിരുന്നു. അതിനും ഗംഭീര തിരക്കായിരുന്നു. അതിന് മുന്നത്തെ സിനിമകളൊക്കെ മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, ഒരു തൃശ്ശൂർ പൂരമായിരുന്നു ഇവിടെ. ടർബോ ആയാലും ബ്രഹ്മയുഗ ആയാലും എല്ലാം ഇവിടെ നിറഞ്ഞ സദസ്സിൽ ഹൗസ്ഫുൾ ഷോകൾ കൊണ്ട് നിറഞ്ഞ ഒരു തിയേറ്ററായിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്കും കാര്യങ്ങൾക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റാറുണ്ട്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പോലീസും നിയന്ത്രിക്കാനായിട്ട് ഇവരെ സഹായിക്കാനായിട്ട് എത്താറുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസും ഗംഭീരമായിട്ട് തിയേറ്ററുകാരെ സഹായിക്കാൻ, അതുപോലെ ഫാമിലീസിന് ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ തിരക്കിൻ്റെ സത്യാവസ്ഥ. ഒരു ഞായറാഴ്ച ദിവസം ഇവിടെ ഒരു ഗംഭീര തിരക്കാണ്. അതായത് ഇപ്പോൾ വേറെ ഒറ്റ തിയേറ്ററിലും ഉണ്ടാവില്ല ഈ ഒരു തിരക്ക്. കാരണം ഈ ഒരു സിനിമയ്ക്കുള്ളൊരു സ്വീകാര്യതയാണ്. മമ്മൂക്ക എന്ന നടൻ 73-കാരൻ്റെ അഴിഞ്ഞാട്ടാണ്. പല പല വേഷങ്ങളെ കൊണ്ട് നമ്മളെ എന്താ പറയുക അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നടൻ ഈ സിനിമയിലും വിജയം ആവർത്തിക്കുകയാണ്. അങ്ങനൊരു ഗംഭീര സിനിമയുടെ ഒരു ഭാഗമാവുകയാണ് രാഗം തിയേറ്ററും അതുപോലെ മമ്മൂക്ക ഫാൻസ്. കാരണം ഡൊമിനിക് എന്ന് പറയുന്ന ഗൗതം മേനോൻ്റെ ചിത്രം എന്തായാലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 50 കോടി ക്ലബിലെത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഗോകുൽ സുരേഷും മമ്മൂക്കയും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ അതിഗംഭീര ക്ലൈമാക്സ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് തൃശ്ശൂർ രാഗത്തിൻ്റെ കാഴ്ചകൾ, ഡൊമിനിക്കിൻ്റെ കാഴ്ചകൾ, മമ്മൂട്ടിയുടെ കാഴ്ചകൾ. മമ്മൂട്ടിയുടെ ഹൗസ്ഫുൾ ഷോ വീണ്ടും തുടരുകയാണ് തൃശ്ശൂർ ജോർജ് ഏട്ടൻ രാഗത്തിൽ.